ഹായ് എവരിവൺ, വെൽക്കം ബാക്ക് ടു കാറ്റലിസ്റ്റ് എഡ്യൂക്കേഷൻ. സോ നമുക്കറിയാം, നമ്മുടെ C++ പ്രോഗ്രാമിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു ഏരിയ തന്നെയാണ് സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് മെയിൻലി രണ്ട് തരം സ്റ്റേറ്റ്മെന്റ്സ് ആയിരുന്നു പഠിക്കാനുണ്ടായിരുന്നത്. ഒന്ന് സെലക്ഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നതും രണ്ടാമത്തത് ലൂപ്പിംഗ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് അല്ലെ. സോ ഇന്ന് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക എന്താണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ്, എങ്ങനെയാണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റിലുള്ള പ്രോഗ്രാമുകൾ നമ്മൾ ചെയ്യുക എന്നുള്ളതായിരിക്കും. സോ നോക്കാം, നമ്മൾ ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഒരു സെറ്റ് ഓഫ് ഡാറ്റകളെയോ ഒരു സെറ്റ് ഓഫ് സ്റ്റേറ്റ്മെന്റുകളെയോ റിപ്പീറ്റഡ്ലി എക്സിക്യൂട്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അഥവാ കണ്ടിന്യൂസ് ആയിട്ട് റൺ ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ലൂപ്പിംഗ് സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ലൂപ്പ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്യുന്നത്. ഈ ഒരു ലൂപ്പിനെ നമ്മൾ മെയിൻലി രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് എൻട്രി കൺട്രോൾ ലൂപ്പും രണ്ടാമത്തത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പും എന്ന് പറഞ്ഞിട്ടാണ് അല്ലെ. സോ ഈ രണ്ട് പാറ്റേൺ ഓഫ് ലൂപ്പ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക, എൻറ്റയർ പ്രോഗ്രാമുകളും ചെയ്യുന്നുണ്ടാവുക. എന്നാൽ ഈ ഒരു ലൂപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട 4 കാര്യങ്ങളാണ്. അതിൽ ഒന്ന് എന്ന് പറയുന്നത് ഇനീഷ്യലൈസേഷൻ ആണ് അല്ലെ. ആ ലൂപ്പിന്റെ ഇനീഷ്യലൈസേഷൻ അല്ലെങ്കിൽ കൺട്രോൾ വേരിയബിൾ എന്താണ് എന്നുള്ളത് നോക്കണം. രണ്ടാമതായിട്ട് നോക്കേണ്ടത് ടെസ്റ്റ് എക്സ്പ്രഷൻ ആണ്, അഥവാ നമ്മുടെ കണ്ടീഷൻ എന്താണ് എന്നുള്ളത് അറിഞ്ഞിരിക്കണം. മൂന്നാമതായിട്ട് പറയുന്നത് അപ്ഡേറ്റ് എക്സ്പ്രഷൻ അല്ലെങ്കിൽ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു വാല്യൂ കഴിഞ്ഞ് നെക്സ്റ്റ് വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ എന്താണ് നമ്മൾ കൊടുക്കേണ്ടത് എന്നുള്ളത് നോക്കണം. ആൻഡ് ഫൈനലി നമ്മൾ നോക്കുന്നത് ബോഡി ഓഫ് ദി ലൂപ്പ് അല്ലെ. ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലൂപ്പുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അഥവാ ലൂപ്പ് ഉപയോഗിച്ചുള്ള സ്റ്റേറ്റ്മെന്റ് പ്രോഗ്രാമുകൾ സിംപ്ലി ചെയ്യാം. സോ നമ്മൾ നോക്കാം, നമ്മൾ ഓൾറെഡി പറഞ്ഞു ലൂപ്പുകളെ നമ്മൾ രണ്ട് രീതിയിലാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഒന്ന് എൻട്രി കൺട്രോൾ ലൂപ്പാണ്, രണ്ടാമത്തത് എക്സിറ്റ് കൺട്രോൾ ലൂപ്പാണ് അല്ലെ. എൻട്രി കൺട്രോൾ ലൂപ്പും അതുപോലെ തന്നെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പുമാണ്. എന്താണ് എൻട്രി കൺട്രോൾ ലൂപ്പും അഥവാ എക്സിറ്റ് കൺട്രോൾ ലൂപ്പും തമ്മിലുള്ള ഡിഫറൻസ്? നമുക്കറിയാം, എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത് ഈ ഒരു ബോഡി പാർട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്ത് എന്ന് വിളിക്കും, എൻട്രിയിലെ ആ പ്രോഗ്രാമിലേക്ക് എൻട്രി ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അവിടെ കണ്ടീഷൻ എന്ത് ചെയ്യാണ്, ചെക്ക് ചെയ്തിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇറ്റ് ഈസ് കോൾഡ് ആസ് എൻട്രി കൺട്രോൾ ലൂപ്പ്. While in the case of exit control വരുന്ന സമയത്ത് the condition is only checked after the execution of the body അല്ലെ. ആ ഒരു ബോഡി എപ്പോഴാണോ എക്സിക്യൂട്ട് ചെയ്ത് കഴിയുന്നത് അതിനുശേഷം മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെക്ക് ചെയ്യുന്നുണ്ടാവുക, അവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നുണ്ടാവുക. അതാണ് എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പും തമ്മിലുള്ള മെയിൻ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇവിടെ എൻട്രി കൺട്രോൾ ലൂപ്പിൽ ഒരു ലൂപ്പ് മേ നെവർ ബി എക്സിക്യൂട്ടഡ് അല്ലെ. ആ ഒരു കണ്ടീഷൻ ഫോൾസ് ആണ് എന്നുണ്ടെങ്കിൽ എൻട്രി കൺട്രോൾ ലൂപ്പിൽ എന്ത് സംഭവിക്കുന്നില്ല, ആ ലൂപ്പ് എക്സിക്യൂട്ട് ചെയ്യുന്നില്ല. എന്നാൽ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും എന്ത് സംഭവിക്കുന്നുണ്ടാവാം, ആ ലൂപ്പിനെ അവിടെ എക്സിക്യൂട്ട് ചെയ്യിക്കുന്നുണ്ടാവാം. അഥവാ അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും ഡാറ്റ പ്രിന്റ് ചെയ്യണമെന്നുള്ള സിറ്റുവേഷൻ വരുമ്പോഴാണ് നമ്മൾ ഏത് യൂസ് ചെയ്യുക, നമ്മുടെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് യൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. ഇവിടെ ബോഡി പാർട്ട് സ്കിപ്പ് ചെയ്യുന്നതിലൂടെ ബോഡി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവാം, എക്സിക്യൂട്ട് ചെയ്യിക്കുന്നുണ്ടാവാം, അഥവാ ഒരു ഡാറ്റ പ്രിന്റ് ആവുന്നില്ല. എന്നാൽ എക്സിറ്റ് കൺട്രോളിലേക്ക് വരുന്ന സമയത്ത് നോർമൽ എക്സിക്യൂഷൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു ബോഡി അറ്റ്ലീസ്റ്റ് ഒരു പ്രാവശ്യമെങ്കിലും പ്രിന്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് എന്താക്കുന്നുണ്ട്, ഉറപ്പ് വരുത്തുന്നുണ്ട്. അഥവാ നമ്മൾ ഈ ഒരു എൻട്രി കൺട്രോൾ ലൂപ്പും എക്സിറ്റ് കൺട്രോൾ ലൂപ്പൊക്കെ വരുന്ന സമയത്ത് ലൂപ്പിംഗിൽ മെയിൻലി നമുക്ക് 3 തരം ലൂപ്പുകളാണുള്ളത്. ഫോർ ലൂപ്പ് വരുന്നുണ്ട്, വൈൽ ലൂപ്പ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഡു വൈൽ ലൂപ്പും വരുന്നുണ്ട്. ഇതിൽ ഫോർ ലൂപ്പും വൈൽ ലൂപ്പും ആണ് നമ്മുടെ എൻട്രി കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നതാണ് ഇത് നമ്മുടെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോ ലൂപ്പിലേക്കായിട്ട് വരാം. അതിൽ നമ്മൾ ആദ്യം തന്നെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ വൈൽ ലൂപ്പ് ആണ് അല്ലെ. എന്താണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഈ ഒരു വൈൽ ലൂപ്പിന്റെ സിന്റാക്സ് അഥവാ ഈ ഒരു ഫോർമാറ്റ് നിങ്ങൾ പഠിച്ചു വെക്കുകയാണ് എന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ പ്രോഗ്രാമുകളും ചെയ്യാം. സാർ ഇതിന്റെ ഫോർമാറ്റും അതുപോലെ തന്നെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് ചെയ്യുന്ന പാറ്റേണും കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. വൈൽ ലൂപ്പിൽ ഫസ്റ്റ് നമ്മൾ ഇനീഷ്യലൈസേഷൻ ആണ് ചെയ്യുന്നുണ്ടാവുക. അതിന്റെ തൊട്ട് താഴെയായിട്ട് വൈൽ എന്ന് എഴുതിയിട്ട് വൈലിന്റെ ബ്രാക്കറ്റിൽ നമ്മുടെ ടെസ്റ്റ് എക്സ്പ്രഷൻ അഥവാ നമ്മുടെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് കണ്ടീഷൻ അവിടെ എന്താക്കുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ആൻഡ് ഫൈനലി നമ്മൾ ബോഡി ലൂപ്പിലേക്ക് താഴെ പ്രിന്റ് ചെയ്യും. അതിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ അപ്ഡേറ്റ് എക്സ്പ്രഷൻ എന്താണോ, അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എന്താണോ, ഇത് നമ്മൾ പ്രിന്റ് ചെയ്ത് കൊടുക്കും. ഇതാണ് നമ്മുടെ വൈൽ ലൂപ്പിന്റെ സിന്റാക്സ്. ഈ ഒരു സിന്റാക്സ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ ഈസി ആയിട്ട് ചെയ്യാം. ഇപ്പൊ നമ്മളോട് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ എക്സാമ്പിൾ തന്നിട്ടുള്ളത് പ്രിന്റ് ദ ഈവൻ നമ്പേഴ്സ് അപ് ടു 50 വരെയുള്ള ഈവൻ നമ്പേഴ്സ് ആണ് നമ്മളോട് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഏതാണ് അപ് ടു 50 വരെയുള്ള ഈവൻ നമ്പേഴ്സ്? 2, 4, 6, 8, 10 ഇങ്ങനെ കണ്ടിന്യൂസ്ലി നമുക്ക് 50 വരെ പോകും. സോ നമുക്കറിയാം ഇവിടെ ഫസ്റ്റ് വരുന്നത് എന്താ, ഇനീഷ്യലൈസേഷനാ. ഇനീഷ്യലൈസേഷൻ നമുക്കറിയാം ഫസ്റ്റത്തെ ഈവൻ നമ്പർ എന്ന് പറയുന്നത് എപ്പോഴും 0 ആയിരിക്കും. സോ നമ്മൾ എന്ത് കൊടുത്തു, 0 എന്ന് കൊടുത്തു. ഇനി 2 മുതലാണ് നിങ്ങളോട് പ്രിന്റ് ചെയ്യാൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ I0 പകരം നിങ്ങൾ എന്ത് ചെയ്യണം, I2 എന്ന് കൊടുത്തിരിക്കണം. ക്ലിയർ? പിന്നീട് നമ്മൾ പറഞ്ഞു
വൈൽ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ കണ്ടീഷൻ ചെക്ക് ചെയ്യും അല്ലെ. നമ്മൾ വൈൽ എന്ന് എഴുതി, എന്താ നമ്മുടെ കണ്ടീഷൻ, വൈൽ ഐ എവിടെ വരെ പോയാൽ മതി അല്ലെ. ഇപ്പൊ ഐ എന്ന് പറയുന്ന വേരിയബിൾ ആണ് നമ്മുടെ ലൂപ്പ് കിടക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ആൻസർ കിടക്കുന്നത്. ഇത് എനിക്ക് എവിടെ വരെ പോയാൽ മതി, അപ് ടു 50 വരെ പോയാൽ മതി. സോ ഞാൻ ഡയറക്ട്ലി അവിടെ കൊടുത്തു എന്താണ്, ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 വരെ പോയാൽ മതി എന്ന് കൊടുത്തു. ആൻഡ് ഫൈനലി അതിന്റെ സി ഔട്ടിൽ നമ്മൾ പ്രിന്റ് ചെയ്യൂ. താഴെ നമ്മൾ എന്ത് ചെയ്യാണ്, അപ്ഡേഷൻ കൊടുക്കാണ്. നമുക്കറിയാലേ 2 4 6 8 എന്നിങ്ങനെ പോകുന്നു. അപ്പൊ കോമൺലി അപ്ഡേറ്റ് ചെയ്ത് പോകുന്ന വാല്യൂ എത്ര, +2 ആണ്. അതിനുവേണ്ടി നമ്മൾ ഏത് പഠിച്ചിട്ടുണ്ട്, അരിത്തമെറ്റിക് അസൈൻമെന്റ് ഓപ്പറേറ്റർ പഠിച്ചിട്ടുണ്ട്. അത് നമ്മളിവിടെ ഇൻപുട്ട് ചെയ്ത് എന്താണ്, ഐ പ്ലസ് ഈക്വൽ ടു 2 അല്ലെ. അതിന്റെ കൂടെ എന്താവും, +2 വെച്ചിട്ട് ആഡ് ഓൺ ചെയ്തു പോകും. ഇത് ഈ ഒരു കണ്ടീഷൻ എത്തിയില്ലേ. അപ്പൊ നമ്മൾ 48 എത്തി, 48 ലെസ് ദാൻ 50 ആണോ, ആണ്. അങ്ങനെയാണെങ്കിൽ 48 കൂടി പ്രിന്റ് ചെയ്തിട്ടില്ല. അപ്പൊ ഇതിന്റെ ഒരു ആൻസർ സൈഡിലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിന്റെ കൂടെ 48ന്റെ കൂടെ +2 കൂടെ ആഡ് ചെയ്ത് എത്രയായി, 50 ആയി. ഇത് വീണ്ടും റൺ ചെയ്യും. 50 ലെസ് ദാൻ 10 ആണോ, അല്ല, ബട്ട് അവിടെ ഈക്വൽ ടു 50 ആണ്. അങ്ങനെയാണെങ്കിൽ 50 കൂടി പ്രിന്റ് ചെയ്യും. വീണ്ടും അതിന്റെ കൂടെ എന്ത് ചെയ്യും, +2 ആഡ് ചെയ്യും. അപ്പൊ ഇത്രയായി 52 ആയി. ഇത് വീണ്ടും റിപ്പീറ്റഡ്ലി കണ്ടീഷൻ ചെക്ക് ചെയ്യാൻ വരുന്ന സമയത്ത് 50 ലെസ് ദാൻ 50 ആണോ, അല്ല, ഈക്വൽ ടു 50 ആണോ, അവിടെ വെച്ച് കണ്ടീഷൻ സ്റ്റോപ്പ് ആയി. സോ നമ്മൾ എവിടെയാണോ കണ്ടീഷൻ കൊടുത്തിട്ടുള്ളത് അവിടെ വരെ ഓട്ടോമാറ്റിക്കലി ഇത് എന്ത് ചെയ്യും, പ്രിന്റ് ചെയ്ത് കിട്ടുമെന്നുള്ളതാണ്. ഇതാണ് വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമതായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളത് ഫോർ ലൂപ്പ് ആണ്. ഫോർ ലൂപ്പ് വളരെ സിമ്പിൾ ആണ്. നമ്മൾ 4 എന്ന് എഴുതുന്നു. 4ന്റെ ബ്രാക്കറ്റിൽ തന്നെയാണ് ഇനീഷ്യലൈസേഷനും ടെസ്റ്റ് എക്സ്പ്രഷനും അപ്ഡേഷനും കൊടുക്കുന്നുണ്ടാവുക. ആൻഡ് ഫൈനലി അതിന് താഴെ നമ്മൾ എന്ത് കൊടുക്കും, ബോഡി ഓഫ് ദി ലൂപ്പ് കൊടുക്കും. ഇവിടെ നമ്മളുടെ ഈ ഒരു ഈവൻ നമ്പറുടെ സെയിം ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. 4 എന്ന് എഴുതി, ഫസ്റ്റ് എന്ത് ചെയ്തി, ഇനീഷ്യലൈസേഷൻ ഐ ഈക്വൽ ടു 0 കൊടുത്തു. അത് കഴിഞ്ഞ് രണ്ടാമതായിട്ട് നമ്മുടെ സെയിം കണ്ടീഷൻ ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 കൊടുത്തു. ഇവിടെ ഐ ഈക്വൽ ഐ +2 എന്ന് പറയുന്ന അപ്ഡേഷൻ കൊടുത്തു. ആൻഡ് ഫൈനലി അതിന്റെ താഴെ ബോഡി ഓഫ് ദി ലൂപ്പ് അഥവാ നമ്മുടെ സി ഔട്ട് നമ്മൾ എന്താക്കി, പ്രിന്റ് ചെയ്ത്. സോ ഫോർ ലൂപ്പിന്റെ വളരെ സിമ്പിൾ ആണ്. 4 എന്ന് എഴുതുന്നു, ബ്രാക്കറ്റിൽ ഇനീഷ്യലൈസേഷൻ എഴുതുന്നു, ടെസ്റ്റ് എക്സ്പ്രഷൻ എഴുതുന്നു, ആൻഡ് ഫൈനലി നമ്മുടെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതുന്നു. തൊട്ട് താഴെയായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ബോഡി ഓഫ് ലൂപ്പ് പ്രിന്റ് ചെയ്യുന്നു. ഇനി മൂന്നാമതായിട്ട് നമുക്ക് വരുന്നത് നമ്മുടെ ഡു വൈൽ ലൂപ്പ് അഥവാ നമ്മുടെ എക്സിറ്റ് കൺട്രോൾ ലൂപ്പിൽ പെട്ടിട്ടുള്ളതാണ് ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത് അല്ലെ. എന്താണ് എക്സിറ്റ് കൺട്രോൾ ലൂപ്പ്, നമുക്കറിയാം അവിടെ ലാസ്റ്റിലേക്കാണ് കണ്ടീഷൻ എന്ത് ചെയ്യുന്നുണ്ടാവുക, ചെക്ക് ചെയ്യുന്നുണ്ടാവുക. സോ ഇതിന്റെ ഒരു ഫോർമാറ്റ് അല്ലെങ്കിൽ സിന്റാക്സ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം ഇനീഷ്യലൈസേഷൻ ചെയ്യും. അത് കഴിഞ്ഞ് ഡു എന്ന് പറഞ്ഞതിന് ശേഷം നമ്മുടെ ബോഡി ഓഫ് ദി ലൂപ്പ് എന്ത് ചെയ്യുന്നു, ഡയറക്ട്ലി പ്രിന്റ് ചെയ്യാൻ കൊടുക്കുന്നു, അല്ലെങ്കിൽ ഔട്ട്പുട്ടിലേക്ക് കൊടുക്കുന്നു. അതിന്റെ തൊട്ട് താഴെയായിട്ട് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ അപ്ഡേഷൻ, ബോഡിയുടെ തൊട്ട് താഴെ നമ്മൾ എന്ത് ചെയ്യും, അപ്ഡേഷൻ കൊടുക്കും. ആൻഡ് ഫൈനലി അവിടെ ലാസ്റ്റിലേക്കാണ്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ, ഞാനിവിടെ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തു. ലാസ്റ്റിലേക്കാണ് എന്ത് ചെയ്യുന്നത്, വൈൽ എന്ന് പറഞ്ഞ ടെസ്റ്റ് എക്സ്പ്രഷൻ അഥവാ നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യുന്നത്. ഇതാണ് ഡു വൈൽ ലൂപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഇത്രയും നേരം ചെയ്തുകൊണ്ടിരുന്ന ഈവൺ നമ്പേഴ്സ് 50 വരെയുള്ളത് നമ്മൾ സെയിം എന്ത് ചെയ്യാണ്, ഡു വൈൽ വെച്ചിട്ട് ചെയ്യാണ്. സോ ഞാൻ എന്ത് ചെയ്തു, ഇനീഷ്യലൈസ് ചെയ്തു, ഐ ഈക്വൽ ടു 0 ഡു എന്ന് പറഞ്ഞു. അതിന്റെ താഴെ നേരെ നമ്മുടെ ബോഡി ഓഫ് ദി ലൂപ്പ് പ്രിന്റ് ചെയ്യും. ബോഡി ഓഫ് ലൂപ്പിന്റെ തൊട്ട് താഴെ നമ്മുടെ ഐ പ്ലസ് ഈക്വൽ ടു 2 അഥവാ +2 ആഡ് ചെയ്യാനുള്ള നമ്മുടെ അപ്ഡേറ്റ് സ്റ്റേറ്റ്മെന്റ് എഴുതി. ആൻഡ് ഫൈനലി എന്താക്കി, വൈൽ എന്ന് പറഞ്ഞിട്ട് ഐ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 50 അല്ലെ, നമ്മുടെ കണ്ടീഷൻ ഇവിടെ നമ്മൾ എന്താക്കി, ചെക്ക് ചെയ്ത് കൊടുത്തു. സോ ഈ മൂന്നെണ്ണമാണ് എന്ത് എന്ന് പറയുന്നത്, നമ്മുടെ ലൂപ്പിൽ വരുന്ന സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. ആൻഡ് ഫൈനലി പിന്നീട് നമുക്ക് അതിന്റെ ഒരു നെസ്റ്റഡ് ലൂപ്പ് കൂടി വരുന്നുണ്ട്. നെസ്റ്റഡ് ലൂപ്പ് എന്ന് പറയുന്നത് ഒരു ലൂപ്പിന്റെ ഉള്ളിൽ തന്നെ നമ്മൾ മറ്റൊരു ലൂപ്പ് കൂടെ എക്സിക്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ എന്ത് എന്ന് വിളിക്കും, നെസ്റ്റഡ് ലൂപ്പ് എന്ന് വിളിക്കും. ഈ ഒരു തരം ലൂപ്പുകൾ ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളിൽ രണ്ടാമതായിട്ട് നമുക്ക് ഒരു ലൂപ്പ് കൂടെ എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ തീരുമാനിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ എന്ത് എന്ന് വിളിക്കും, നെസ്റ്റഡ് ലൂപ്പ് എന്ന് വിളിക്കും. സോ ഈ 3 ലൂപ്പുകൾ വളരെ സിമ്പിൾ ആയിട്ട് അതിന്റെ സിന്റാക്സ് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എക്സാമിന് ഈസി ആയിട്ട് സ്കോർ ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് എന്ത് ചെയ്യാം, നമ്മുടെ പ്രോഗ്രാമുകൾ കണ്ടിന്യൂ ചെയ്യാം. സോ താങ്ക് യു സോ മച്ച്.